ഇനി നമ്മൾ പറയുന്നത് റിട്ടിനെ കുറിച്ചാണ്. പലപ്പോഴായിട്ട് ചോദ്യം വന്ന ഭാഗമാണ് റിട്ടുകളെക്കുറിച്ച്. റിട്ടുകൾ മുഴുവനായിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിട്ടിനെ കുറിച്ച് ചോദിക്കാം. പല രീതിയിലായിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് റിട്ടുകൾ എന്ന ഭാഗം. എന്താണ് റിട്ട്? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉന്നതാധികാര കൽപ്പനയാണ് റിട്ട് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 32-ാം അനുച്ഛേദമനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് 32-ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. നമ്മളത് പഠിച്ചതാണ്. ആ ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി മൗലികാവകാശങ്ങൾ ആർക്കെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ പുറപ്പെടുവിക്കുന്ന ഉന്നതാധികാര കൽപ്പനയാണ് റിട്ട്. 32-ാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. 226-ാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ്. ഈ രണ്ട് കോടതികൾക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. സുപ്രീം കോടതിക്കും സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികൾക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. അതിൻ്റെ കീഴ്ക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമില്ല. 5 തരത്തിലുള്ള റിട്ടുകളുണ്ട്. 1 ഹേബിയസ് കോർപ്പസ്, 2 മാൻഡമസ്, മൂന്നാമത്തത് കൊവാറന്റോ, 4-ാമത്തത് പ്രൊഹിബിഷൻ, 5-ാമത്തത് സെർഷററി. ഇങ്ങനെ 5 റിട്ടുകളാണ് നിലവിലുള്ളത്. നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത് ഹേബിയസ് കോർപ്പസ് ആണ്. എന്താണ് ഹേബിയസ് കോർപ്പസ് റിട്ട് എന്ന് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന റിട്ടുകളിൽ ഒന്നാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന പദത്തിന്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നതാണ്. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരു വ്യക്തിയെ വിടുവിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു റിട്ടാണിത്. തടവിലാക്കപ്പെട്ട ആളുടെ ബന്ധുക്കൾക്കോ അയാളുടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കോ ഈ റിട്ട് ഹർജി കോടതിയിൽ സമർപ്പിക്കാവുന്നതാണ്. ഈ ഹർജിയിലൂടെ തടവിലാക്കപ്പെട്ട വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കാനുള്ള ഉത്തരവുകൾ കോടതി പുറപ്പെടുവിക്കുന്നു. അന്യായമായാണ് ആ വ്യക്തിയെ തടവിലാക്കിയത് എന്ന് ബോധ്യമായാൽ അയാളെ സ്വതന്ത്രനാക്കാനുള്ള അധികാരം കോടതികൾക്കുണ്ട്. അന്യായമായി പോലീസ് കസ്റ്റഡിയിലുള്ള ആളുകളെ വിടുവിക്കാൻ സാധാരണയായി ഈ റിട്ടുകളാണ് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ പല ആളുകളെയും ഇപ്പോൾ രക്ഷിതാക്കൾ കുട്ടികളെ തടവിലാക്കുന്നുണ്ട്. ചില ആളുകൾ തട്ടിക്കൊണ്ടുപോയി ആളുകളെ തടവിലാക്കുന്നുണ്ട്. നമുക്ക് പലപ്പോഴും കാണുന്നത് ഈ പ്രണയത്തിന്റെ സമയത്തൊക്കെ കുട്ടികളെ രക്ഷിതാക്കൾ തടവിലാക്കാറുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അവരെ മോചിപ്പിക്കാൻ സ്വാഭാവികമായിട്ടും പാർട്ട്ണർ അപ്പുറമുള്ള പ്രണയിക്കുന്ന മറ്റു ആൾ റിട്ട് കൊടുക്കുമ്പോൾ അത് കോടതിയിൽ ഹാജരാക്കുകയും കോടതി ആ കുട്ടിയോട് ചോദിക്കും, എന്താണ് നിങ്ങളുടെ തീരുമാനം? ഇവരോടൊപ്പം പോകാനാണോ രക്ഷിതാക്കളോടൊപ്പം പോകാനാണോ? അപ്പോൾ ആ കുട്ടി അവരെന്താണോ പറയുന്നത് അതനുസരിച്ചാണ് കോടതി തീരുമാനമെടുക്കുന്നത്. ഇത് പലപ്പോഴായിട്ട് കോടതിയിൽ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഇതൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ആരെയും തടങ്കലിൽ വെക്കാൻ ആർക്കും അധികാരമില്ല. അങ്ങനെ ആരെങ്കിലും തടങ്കലിൽ വെച്ചാൽ തന്നെ അത് അന്യായമാണോ എന്ന് കോടതി പരിശോധിക്കും. കോടതി അപ്പോൾ തന്നെ ഇവിടെ ഹാജരാക്കൂ, ആ തടങ്കലിൽ വെച്ച് ആ വ്യക്തിയെ ഇവിടെ ഹാജരാക്കൂ എന്ന് പലപ്പോഴായിട്ട് പറയാറുണ്ട്. അതിനടിസ്ഥാനത്തിൽ കോടതി അവരെ മോചിപ്പിക്കുന്നതാണ് ചെയ്യുന്നത്. ഇതാണ് ഈ തടങ്കലിലാക്കുക എന്ന് പറയുന്നത് ഒരാളുടെ മൗലികാവകാശങ്ങളുടെ റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടിയുടെ ലംഘിക്കുന്നതാണ്. എല്ലാവിധ മൗലികാവകാശങ്ങളെയും ലംഘിക്കുന്ന ഒന്നാണ് ഒരാളെ തടവിലാക്കുക എന്നത്. അപ്പോൾ അത് അങ്ങനെ തടവിലാക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും തടവിലാക്കിയാൽ അപ്പോൾ തന്നെ കോടതി ആ പരാതി എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിന്റെ പേരാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് മാൻഡമസ് ആണ്. മാൻഡമസ് എന്ന റിട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന റിട്ടുകളിൽ ഒന്നാണ് മാൻഡമസ്. മാൻഡമസ് എന്ന പദത്തിന്റെ അർത്ഥം കൽപ്പന എന്നാണ്. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് കോടതിക്ക് മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയും. എന്നാൽ തനിക്ക് നിഷേധിക്കപ്പെട്ട നിയമപരമായ അവകാശം മറ്റു തരത്തിൽ നടപ്പാക്കി കിട്ടുന്നതിന് വേറെ വഴിയില്ല എന്ന് ഹർജിക്കാരൻ ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. സർക്കാരുകൾക്കെതിരെയും ഈ റിട്ട് ഉപയോഗിക്കാൻ കഴിയും. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും
മാത്രമാണ് ഇന്ത്യയിൽ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളത്. എന്തായാലും ഒരു പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ മറ്റുള്ളവർക്ക് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ മൗലികാവകാശം നിഷേധിക്കപ്പെട്ട ആൾക്ക് പരാതി കൊടുത്താൽ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് കോവാറന്റോ റിട്ടാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന റിട്ടുകളിൽ ഒന്നാണ് കോവാറന്റോ റിട്ട്. നിയമപരമായി തനിക്ക് അവകാശമില്ലാത്ത ഒരു സ്ഥാനത്തോ പദവിയിലോ ഒരാൾ കയറിപ്പറ്റുകയോ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയോ ചെയ്താൽ അതിൽ പരാതിയുള്ള ഏതൊരു വ്യക്തിക്കും കോവാറന്റോ ഹർജി കോടതിയിൽ സമർപ്പിക്കാവുന്നതാണ്. ആ ഹർജി ശരിയാണെന്ന് കോടതിക്ക് ബോധ്യമായാൽ പ്രസ്തുത വ്യക്തിയെ നിഷ്കാസനം ചെയ്തുകൊണ്ടുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ ഉയർന്ന കോടതികൾക്ക് അധികാരമുണ്ട്. ഇത് നമ്മൾ ആരെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ ഉഡായിപ്പിലൂടെയാണ് ആ ഉദ്യോഗം നേടിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ നിങ്ങൾക്ക് മനസ്സിലായി അയാൾ അവിടെ നിന്ന് പ്രവർത്തിക്കുന്നത് ഉഡായിപ്പ് പരിപാടിയിലൂടെയാണ് അദ്ദേഹം ആ സ്ഥാനത്ത് കയറിയത്, എന്നിട്ട് അയാൾ പ്രവർത്തിക്കുന്നത് ശരിയല്ല. സ്വാഭാവികമായിട്ടും അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ആ പോസ്റ്റിൽ വരേണ്ട ആളുടെ അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ട് അനർഹമായിട്ടാണ് ആ തൊഴിലിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് മൗലികാവകാശത്തിന്റെ ലംഘനമാണ്. ആ ലംഘനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നമുക്ക് അയാൾക്കെതിരെ കോടതിയിൽ കോവാറന്റോ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിനെയാണ് കോവാറന്റോ റിട്ട് എന്ന് പറയുന്നത്. മറ്റൊന്ന് പ്രൊഹിബിഷനാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും കീഴ്ക്കോടതികൾക്ക് നൽകുന്ന നിരോധന ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഒരു ഉന്നത നീതിപീഠത്തിന്റെ പരിഗണനയിലിരിക്കുന്ന കേസുകൾ ആ സമയം ഏതെങ്കിലും കോടതികൾ പരിഗണിച്ചാൽ ആ കേസ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിക്ക് ഉത്തരവ് നൽകാൻ കഴിയും. ഇതിനെയാണ് പ്രൊഹിബിഷൻ റിട്ടുകൾ എന്ന് പറയുന്നത്. കീഴ്ക്കോടതികൾക്ക് പുറമെ ഏതെങ്കിലും അധികാരികൾ അവരുടെ അധികാരപരിധി ലംഘിക്കുന്ന പക്ഷം ആവശ്യമെങ്കിൽ പ്രൊഹിബിഷൻ റിട്ട് മേൽക്കോടതി പുറപ്പെടുവിക്കാറുണ്ട്. ഏതായാലും തങ്ങളുടെ പരിധിയിൽ ഉന്നത നീതിപീഠത്തിന് കീഴിൽ ഒരു കേസ് നടക്കുന്നു, അതേ കേസ് തന്നെ കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തിവെക്കാൻ ആർക്ക് പറയാനുള്ള അധികാരമുണ്ട്? സുപ്രീം കോടതിക്ക് പറയാൻ, ഹൈക്കോടതികൾക്കും പറയാനുള്ള അധികാരമുണ്ട്. കാരണം ചില കേസുകൾ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടതായിരിക്കും. ആ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കേസ് കീഴ്ക്കോടതി നോക്കേണ്ടതില്ല, ഞങ്ങളുടെ അടുത്തും ആ കേസുണ്ട്, അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് മേൽക്കോടതി പറയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ റിട്ട് എന്ന് പറയുന്നത്. മറ്റൊന്ന് സെറിഷററി റിട്ടാണ്. കോടതികൾ പുറപ്പെടുവിക്കുന്ന റിട്ടുകളിൽ ഒന്നാണ് സെറിഷററി. മേൽക്കോടതികൾ പുറപ്പെടുവിക്കുന്ന റിട്ടുകളിൽ ഒന്നാണ് സെറിഷററി. ഉയർന്ന കോടതിയുടെ വിലയിരുത്തലിനായി കീഴ്ക്കോടതി നടപടി രേഖകൾ വിളിച്ചു വരുത്തുന്നതിനായി സെറിഷററി എന്ന റിട്ട് ഉപയോഗിക്കുന്നു. ഈ ലാറ്റിൻ വാക്കിന്റെ അർത്ഥം, സെറിഷററി എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം സാക്ഷ്യപ്പെടുത്തുക, പൂർണ്ണ വിവരം നൽകുക എന്നൊക്കെയാണ്. ഏതായാലും മേൽക്കോടതികൾ കീഴ്ക്കോടതിക്ക് നൽകുന്ന ഒരു ഉത്തരവാണിത്. തങ്ങൾക്ക് ഏതെങ്കിലും ഒരു കേസിൽ, കീഴ്ക്കോടതിയിൽ നടന്നൊരു കേസാണ്, അത് ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ആ നിങ്ങളുടെ കോടതിയിൽ നടന്ന കേസ് ഫയലുകൾ മുഴുവനും തരണം, അത് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയും. ഇത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് സംഭവിക്കുക. മൗലികാവകാശവുമായി ബന്ധപ്പെട്ട കേസുകളിൽ കീഴ്ക്കോടതിയിൽ ആ കേസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ നടന്ന കേസിന്റെ മുഴുവൻ രേഖകളും മേൽക്കോടതികൾക്ക് ചോദിക്കാം, അത് വാങ്ങാം, അതിന്റെ വിവരങ്ങൾ മുഴുവനും വാങ്ങാം. അതിനുവേണ്ടി അവർ പുറപ്പെടുവിക്കുന്ന റിട്ടിനെയാണ് സെറിഷററി റിട്ട് എന്ന് പറയുന്നത്. ഏതായാലും ഇതൊക്കെയാണ് റിട്ട് എന്ന് പറയുന്ന ഭാഗത്തുള്ളത്. 5 റിട്ടുകളാണുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ചോദ്യങ്ങൾ പല രീതിയിലായിട്ട് വന്ന ഭാഗമാണ്. വളരെ സിമ്പിളാണ്. ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ടത് മൗലികാവകാശ ലംഘന സമയത്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പല നാച്ചുറൽ കേസുകളിലും പലതരം റിട്ടുകളാണ് പുറപ്പെടുവിക്കുന്നത്. ഈ 5 തരത്തിൽ നിന്നുകൊണ്ടാണ് റിട്ടുകൾ അതിന്റെ നാച്ചറിനനുസരിച്ച്, ആ കേസിന്റെ നാച്ചറിനനുസരിച്ച് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്.